എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതുമായിട്ടുള്ള 4-5 ടിപ്സുമായിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ടിപ്സുകൾ തന്നെയാണ്. നല്ല ഈസി മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് വെളുത്തുള്ളി തൊലി കളയുന്നത് എന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുടം വെളുത്തുള്ളി എടുക്കാം. എന്നിട്ട് നമ്മളുടെ അരക്കല്ലുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. രണ്ട് ഭാഗവും വേണമെങ്കിൽ ഒന്ന് ചെത്തിയിട്ടിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞെടുക്കണമെന്നില്ല, മുഴുവനായിട്ട് കൂട്ടി പിടിച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് കറി വെക്കാനോ അല്ലെങ്കിൽ എന്ത് ഗ്രേവി ഉണ്ടാക്കാനോ ഏതായാലും നമുക്ക് വെളുത്തുള്ളി അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ഈസി മെത്തേഡാണ് ഇത്. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല, അപ്പോൾ നമുക്ക് വാടിപ്പോവും. നമുക്ക് പെട്ടെന്ന് കറി വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് റെസിപ്പികൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് കയ്യിൽ പിടിച്ചിട്ട് ഒന്നുകൂടെ ഊതി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലികളൊക്കെ ഒന്ന് പാറി കിട്ടും. അങ്ങനെയാണ് ഇത് ഈ മെത്തേഡ് ചെയ്യുന്നത്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുക, എന്നിട്ടൊന്ന് മെല്ലെ നൂതി കൊടുക്കുക. അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ആ തൊലികളൊക്കെ ഒന്ന് പാറി കിട്ടും. എന്നിട്ടിങ്ങനെ ഒന്ന് ഉരസി കൊടുത്താൽ നമ്മൾക്ക് അതിൽ നിന്നും ഉള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞ് മാറ്റാനാവും കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് കളയണമെന്നില്ല, വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താലും മതി. ചെറുതായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുക്കാം. എങ്ങനെയായാലും നമുക്കിത് വളരെ ഈസി ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് അടുത്ത മെത്തേഡ് എന്തായാലും നോക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് എത്ര കിലോ വെളുത്തുള്ളി ആയാലും നമ്മൾക്ക് വല്ല പാർട്ടി ഉണ്ടാക്കുമ്പോഴോ അതായത് സൽക്കാരങ്ങളിലൊക്കെ നമ്മൾക്ക് ഒരുപാട് വെളുത്തുള്ളി വേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ചൂടുവെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു അരക്കല്ല് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുത്തിട്ട് ഇതുപോലെ എല്ലാം അടർത്തി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് ഈ ചൂടുവെള്ളം അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട കേട്ടോ, തിളച്ച് പോവരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റമിൻസൊക്കെ കുറഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് ഇതിൻ്റെ വൈറ്റമിൻസോ അല്ലെങ്കിൽ ആസിഡ് ഇതൊന്നും കുറഞ്ഞു പോകില്ല കേട്ടോ. ചെറിയൊരു ചൂട് മതി കേട്ടോ, കൂടുതൽ ചൂടായി പോവരുത്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടർന്ന് വീണിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ തൊലിയെല്ലാം അടർന്ന് നമ്മൾക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ ഇത്. നമുക്ക് നല്ലൊരു പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾക്കൊരു നനഞ്ഞ കോട്ടൺ ടവൽ കൊണ്ട് നമ്മൾക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഒരു കുപ്പിക്കകത്ത് 1 മാസത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ദേ കണ്ടോ, ഇതുപോലെ നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ അടർന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്കിപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു കുടം വെളുത്തുള്ളി ഇട്ടിട്ട് വീഡിയോ ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾക്കിവിടെ വെയിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് നമ്മളുടെ അരക്കല്ല് കൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് കുത്തി കൊടുത്താൽ നന്നായിട്ട് അടർന്ന് കിട്ടും. എന്നിട്ട് നമ്മൾക്ക് ഒരു പരന്ന പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. എന്നിട്ട് വെയിലത്ത് വെച്ചാൽ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾക്ക് എടുത്തു കൊണ്ടുവരാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുത്താൽ അതും വെളുത്തുള്ളി നന്നായിട്ട് അടർന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ വെയിൽ കുറവായത് കൊണ്ടാണ് ആ മെത്തേഡ് കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾക്ക് അടുത്ത ടിപ്സ് എന്തായെന്ന് നോക്കാം. ഇതുപോലൊരു കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചായ കപ്പാണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു താഴ്ന്ന ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും. ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഒന്നുകൊണ്ട് ഉരസി കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്തിലായിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഉരസി കൊടുക്കാം. നമ്മളത് എത്ര സോപ്പ് പൊടി എന്ത് ഡിഷ് വാഷ് വെച്ച് ചെയ്താലും ആ ഒരു ബ്ലാക്ക് കറ അവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു കറ പോയി കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഉപ്പ് വെച്ചിട്ടുള്ള മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൈറ്റ് കപ്പ് ഏത് കളർ കപ്പായാലും നമ്മൾക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനാവും കേട്ടോ.
ഇതുപോലെ നല്ല വൈറ്റ് കളറിലായിട്ട് തന്നെ നമുക്ക് ഈ കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കപ്പുകളും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് അടുത്ത ടിപ്സ് എന്തെന്ന് നോക്കാം. നമ്മൾക്ക് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളുള്ള ഗ്ലാസ് നമ്മൾക്ക് കിട്ടുമല്ലോ. ആ പരസ്യങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡാണ്. വൈറ്റ് വിനിഗർ ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾക്ക് ഒരു 2-3 ടീസ്പൂണ് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാ വൈറ്റ് വിനിഗറാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ആ ഒരു ഗ്ലാസ് ഇതിലേക്ക് ആ എഴുത്തുള്ള ഭാഗത്ത് ഒന്നിറക്കി വെച്ച് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഗ്ലാസ് ഒരുപാടുണ്ടാവും വീട്ടിൽ. നമ്മൾക്ക് ഇങ്ങനെ ഒരു വലിയ പാത്രത്തിലേക്ക് ഒരുപാട് സുറുക്ക വെച്ചിട്ട് എല്ലാ ഗ്ലാസും കൂടെ ഒരുമിച്ച് ഇറക്കി വെച്ചിട്ട് ചെയ്താലും അതിൻ്റെ ആ ഒരു പെയിൻറ്റ്, ആ ഒരു പരസ്യം പെട്ടെന്ന് മാറിക്കിട്ടും. ഇതൊരു 10 മിനിറ്റ് വെച്ച് എടുത്താൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാനാവും. എന്നിട്ട് ഇതേ കണ്ടോ, ഒരു വേസ്റ്റ് ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരസിച്ച് കൊടുത്താൽ മതി. പോകാത്ത ചെറിയ ചെറിയ കുത്തുകളോ പാടുകളൊക്കെ ഉണ്ടാവും പെയിൻറ്റിൻ്റെ. ആ ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരസി കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ പെയിൻ്റെല്ലാം അടർന്ന് പോയിട്ടുണ്ടാവും, ഉരസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് നമ്മൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ടിപ്സ് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി നമ്മളുടെ ഗ്യാസിൻ്റെ സ്റ്റവിലുള്ള ബർണർ ഉണ്ടല്ലോ, അത് നല്ലതായിട്ടുള്ള ബ്ലാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വിനാഗിരി ഉണ്ടല്ലോ, അതൊന്ന് ബ്രഷ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഉരസി കൊടുക്കുക. അതിലൊന്ന് മുക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഗോൾഡൻ ബർണറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഹോൾസ് എല്ലാം അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തുറന്ന് കിട്ടുകയും ചെയ്യും. ഫ്ലെയിമൊക്കെ നന്നായിട്ട് കത്തുകയും ചെയ്യും. ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വിനാഗിരിയിൽ മുക്കി വയ്ക്കാം. എന്നാലും ഇതുപോലെ നല്ല ഗോൾഡൻ നിറത്തിൽ തന്നെ നമ്മൾക്ക് ബ്രഷ് ചെയ്തെടുത്താൽ കിട്ടും കേട്ടോ. നല്ലൊരു ഈസി ആയിട്ടുള്ള അടിപൊളി ഒരു ടിപ്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനെ കൂടി അമർത്തിയേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.